നമ്മൾ പുതുക്കോട്ടൈ എന്ന് പറയുന്ന ടൗൺ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. പുതുക്കോട്ടൈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആ ഒരു ജില്ല, ഇത് തഞ്ചാവൂരിന്റെ കുറച്ച് ഭാഗവും ട്രിച്ചി അതായത് തിരുച്ചിറപ്പള്ളിയുടെ കുറച്ച് ഭാഗം കൂടി ചേർത്തിട്ട് ഉണ്ടായി വന്ന ഒരു ഭാഗമാണ് ഈ പുതുക്കോട്ടൈ ഡിസ്ട്രിക്ട്. അങ്ങനെ പുതുക്കോട്ടൈ ഡിസ്ട്രിക്റ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പുതുക്കോട്ടൈ എന്ന് പറയുന്ന ഈ ടൗൺ ഏരിയ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ, ടൗൺഷിപ്പ്. ഇവിടെ ധാരാളം കടകൾ, മറ്റു കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്. നമ്മൾ ഏതൊരു പട്ടണത്തിൽ ചെന്നാലും കാണുന്ന കാഴ്ചകൾ തന്നെയാണ് വളരെ തിരക്ക് പിടിച്ചത്. ഇവിടെ നിന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു സെന്റർ പോയിന്റ് ആയിട്ട് നമുക്ക് കരുതാം. ഇവിടെ നിന്നും സിത്തനവാസൽ എന്ന് പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. അവിടേക്കാണ് ഞാൻ ആദ്യം പോകാൻ പോകുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ മനോഹരമായ കേവ് പെയിന്റിങ്സ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ആർക്കിയോളജിക്കൽ സൈറ്റാണ് സിത്തനവാസൽ. അപ്പോൾ ആദ്യം സിത്തനവാസൽ, അത് കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങൾ. അപ്പോൾ സെന്റർ പോയിന്റ് പുതുക്കോട്ടൈ. ഇവിടെ നിന്നും നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട്. അങ്ങനെ പുതുക്കോട്ടയിൽ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലമാണ് സിത്തനവാസൽ. അപ്പൊ ഇതാണ് സിത്തനവാസൽ എന്ന് പറഞ്ഞാൽ എബോർഡ് ഓഫ് ദ സെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സെയിൻസ് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, ദിവ്യരായി കണക്കാക്കപ്പെടുന്ന ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലം. കണ്ടില്ലേ, ഒരു വലിയ പാറയാണ് ഇവിടെ. ഇവിടെയുള്ള പാറകളെല്ലാം തന്നെ ഒന്നുകിൽ എന്താ പറയുക കോട്ടകളായി മാറുന്നു, പിന്നെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജെയിൻ ടെമ്പിൾസ്, മോണുമെന്റ്സ് ആണ്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിൽ വരുന്ന പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണ്. അപ്പോൾ ഈ ജൈന ക്ഷേത്രത്തിന്റെ ഉള്ളിൽ മനോഹരമായ പെയിന്റിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പെയിന്റിങ്സിനെ കുറിച്ച് പറയുന്നത് തന്നെ അജന്ത പെയിന്റിങ്സ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ പെയിന്റിംഗ് ആണ് ഈ സിത്തനവാസലിലെ പെയിന്റിംഗ്. ഇതുപോലെയുള്ള ഒരുപാട് ജെയിൻ ടെമ്പിൾസ് ഈ പരിസരത്തൊക്കെ ഉണ്ട്. അതായത് ഈ പാറക്കൂട്ടങ്ങൾ കണ്ടല്ലോ, വലിയ റോക്ക് ഫോർമേഷനാണ്. അതേ അവിടെ നിന്നിട്ട് ഇങ്ങനെ കിടക്കണം പ്രത്യേക ഷേപ്പിൽ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമാണ്. പക്ഷേ റോക്കറ്റ് ടെമ്പിൾ ആണ്. അതിന്റെ അകത്തേക്ക് നമ്മൾക്ക് ക്യാമറ അലൗഡ് അല്ല കൂടുതലായിട്ട്. പിന്നെ അതിനകത്തുള്ള മനോഹരമായ മ്യൂറൽ പെയിന്റിങ്സിനെ കുറിച്ച് ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞു. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. 1000 odd years പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രവും ഇതിനകത്തുള്ള പെയിന്റിങ്സ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള, ഞാൻ അകത്ത് കയറി കണ്ടു കഴിഞ്ഞു, പക്ഷെ അതിനകത്തുള്ള പെയിന്റിങ്സ് ഒരു 90% നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ പെയിന്റിങ്സ് എല്ലാം ഇളകിപ്പോയി. കാണാനും വേണ്ടി ഒന്നുമില്ല സത്യത്തിൽ. നമ്മൾ കേട്ടറിഞ്ഞ് വന്നതാണ്. പക്ഷേ ഈ സിത്തനവാസലിന്റെ ജെയിൻ ടെമ്പിളിന്റെ ഉള്ളിൽ ജെയിൻ ഇമേജസ്, ജെയിൻ ബിംബങ്ങൾ ഒരു 3 എണ്ണം കല്ലിൽ കൊത്തിയതുണ്ട്. അല്ലാണ്ട് പെയിന്റിങ്സ് ഇങ്ങനെ ചുവരുകളിലും ഈ നമ്മളുടെ റൂഫിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ മ്യൂറൽ പെയിന്റിങ്സ് 90% നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഈ ബാക്കി വന്നത് വളരെയധികം സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ആരെയും ക്യാമറയും കൊണ്ടൊന്നും ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കാത്തത്. ഒരു പക്ഷേ ക്യാമറയിൽ കാണിക്കാനും വേണ്ടിയുള്ള അത്രയും പോലും ഇല്ല അതിനകത്ത്. അതുകൊണ്ടായിരിക്കാം അവർ അലൗ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. വളരെ ഡൈലാപ്പിലേറ്റഡ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂക്ഷിച്ചതായിട്ട് കാണുന്നില്ല. ഇത് ഒരുപാട് നശിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ സൂക്ഷിക്കാൻ തുടങ്ങിയതെന്നാണ് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പക്ഷേ അത് ഉണ്ടായിരുന്ന സമയത്ത് അതിമനോഹരമായിട്ട് ഇരിക്കണം ആ മ്യൂറൽ പെയിന്റിങ്സ്. 3rd century BC തൊട്ട് 13th century AD വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്, തമിഴ് റോക്ക് ഇൻസ്ക്രിപ്ഷൻസ് കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഈ സിത്തനവാസലാണ്. അപ്പൊ ഈ കാണുന്ന പാറക്കൂട്ടങ്ങളുടെ ഇടയിലെല്ലാം തന്നെ പാറയിൽ കൊത്തിവെച്ച തമിഴ് ലിപികൾ കാണാൻ സാധിക്കും. അത് വളരെ പഴക്കം ചെന്ന് റെക്കോർഡിക്കലായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ആ കാലഘട്ടത്തിന്റെ രേഖകളാണ്. അതായത് 3rd century BC, ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. 3rd century BC തൊട്ട് 13th century AD വരെയുള്ള കാലഘട്ടങ്ങളിലെ ഇൻസ്ക്രിപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരുപാട് ബറിയൽ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മെഗാലിത്തിക് പീരീഡിലെ ബറിയൽ സൈറ്റ്സ്, ഏൺസ്, മരിച്ചുപോയ ആൾക്കാരെ ഇങ്ങനെ വലിയ മൺകുടങ്ങൾക്കുള്ളിൽ വെച്ചിട്ട് സംസ്കരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, അതായത് അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, അതിന്റെ എല്ലാ റിമെയിൻസ് ഒക്കെ ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നും അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം
കുഴിച്ചെടുത്തപ്പോൾ ആർക്കിയോളജിക്കൽ സർവേക്ക് കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഏരിയാസ് ഉണ്ട്. അപ്പൊ ഈ സിത്തനവാസൽ മുഴുവനായിട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇനി ഇവിടെ നിന്നും വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര തുടരാം. ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഒരു പ്രത്യേകത തന്നെയാണ്. കാര്യം ഇപ്പൊ സിത്തനവാസലിലെ ഈ പാറക്കൂട്ടങ്ങൾ കണ്ടല്ലോ, ഈ റോക്കി ഏരിയ, അവിടുത്തെ ജെയിൻ ടെമ്പിളോ അങ്ങനത്തെ കുറെ മോണുമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പാറയിൽ തന്നെയാണ് പടികൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് താഴേക്ക് നോക്കൂ, എത്ര മനോഹരം, നല്ല കൃഷി സ്ഥലങ്ങളാണ്. അതേ ചുറ്റോട് ചുറ്റും പച്ചപ്പാണ്. അതായത് ഇവിടുത്തെ പ്രധാന കൃഷി നെൽകൃഷി തന്നെയാണ്. പാടശേഖരങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ അതൊരു ഭംഗി. അപ്പൊ അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ് ഈ താഴ്ഭാഗത്ത് കാണുന്ന ഒരു നല്ല കൃഷി സ്ഥലങ്ങൾ. മുകളിലോട്ട് ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ. കുരങ്ങന്മാരുടെ വിശേഷമാണ് നമ്മൾ കണ്ടത്. ഇവിടെ മുഴുവൻ കുരങ്ങന്മാരാണ്. അവർക്ക് നട്ട്സ് മേടിച്ച് കൊടുത്തു. അതിന്റെ സ്പീഡിൽ കഴിക്കുന്നുണ്ടോ. ഞാൻ 2-3 പാക്കറ്റ് ഫുള്ളായിട്ട് കൊടുത്തു. അയ്യോ, ഇവിടെ അടിയായി. ഫൈറ്റ് കുറെ നമ്മൾ പൊട്ടിച്ചിട്ടു. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടി കൂടുകയാണ്. അയ്യോ, ഇത് മെയിൽ മെമ്പേഴ്സാണ്. ഫീമെയിൽസ് 2 പെണ്ണുങ്ങൾക്കാണ് ഞാൻ കൊടുത്ത പാക്കറ്റോടെ, എന്റെ കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കാനായിട്ട്. പക്ഷെ ഇത് കുറച്ച് ആണുങ്ങൾ ഇവിടെ വയലന്റ് ആയിട്ട് നിൽക്കുവാണ്. എന്റെ കയ്യിലൊന്നുമില്ല. അതെ, അയ്യോ. അപ്പൊ ഇന്നത്തെ പര്യടനം എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ബാലാക്കയുടെ വീട്ടിലാണ്. ഇതാണ് ബാലാക്ക, എക്സ്പേർട്ട് കുക്കാണ്. അതായത് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാറ്. മുറുക്ക്, തട്ട, മാലാടു, ഇങ്ങനെയുള്ള ബ്രാഹ്മിൻ ഐറ്റംസ് എല്ലാം തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇന്നൊരു വത്തക്കുളമ്പ് തന്നെയാണ് അല്ലേ? ഇത് ചുണ്ടയ്ക്ക വത്തക്കുളമ്പ്. ഈ അരച്ചത് ഇത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അതിന് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. കുറെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉഴുന്ന്, കുരുമുളക്, കടുക്, കടലപ്പരിപ്പ്, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, പുളി, കായം, മഞ്ഞൾപ്പൊടി, പിന്നെ ചുണ്ടയ്ക്ക, ഉണക്ക ചുണ്ടയ്ക്ക, പിന്നെ എന്താണ് പരിപ്പ് വേവിച്ചത് 1 കപ്പോളം വേവിച്ചെടുക്കുമ്പോൾ 1 കപ്പോളം സാമ്പാർ പരിപ്പ് ഉണ്ടാക്കി തുടങ്ങിയാൽ. ഓക്കെ, ചീൻചട്ടിയിലേക്ക് ആദ്യം കുറച്ച് എണ്ണ, 2 ടീസ്പൂൺ എണ്ണ. ഇതിപ്പോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, നല്ലെണ്ണ വേണമെന്നില്ല. എണ്ണാണെങ്കിലും. അത് കഴിഞ്ഞ് കായം വറുക്കാനുള്ള കായം ആകുമ്പോഴത്തേക്കും കായ കഷ്ണമാണ്, പൊരിഞ്ഞു വരണം, അതായത് മൊരിയണം. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. 1 കഷ്ണം കായ, ചെറിയ പീസ്. ഇനി അതിലേക്ക് നല്ല കുരുമുളക് 1 ടീസ്പൂൺ. അത്യാവശ്യം മലയാളവും പറയും, തമിഴും മലയാളവും. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ഇനി അതിലേക്ക് ഉഴുന്ന് പരിപ്പ്. ഇത് മുഴുവൻ ഉഴുന്നാണ്, തൊലിയില്ലാത്തത്. 3 ടീസ്പൂൺ മുഴുവൻ ഉഴുന്ന്. അതേപോലെ 3 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇതും കൂടി ചേർത്ത് വറുക്കണം. അതെല്ലാം വറുക്കണം. ഇനി വറ്റൽമുളക്. ഇത് എത്ര വറ്റൽമുളക്? ഇത് 3 എണ്ണം ഉണ്ട്. നല്ല മുളക് ഇട്ടിരിക്കുന്നുണ്ട്, 2 എണ്ണം ഇട്ടാൽ മതി. ഓക്കെ, 2 വറ്റൽമുളക്, 2 വറ്റൽമുളക്, 2-3 വറ്റൽമുളക് അല്ലെ? എരിവ് നോക്കി. ഇത് 5 പേർക്കാണെങ്കിൽ 2 വലിയ മുളക്. ഇതൊരു 5 പേരുടെ ക്വാണ്ടിറ്റിക്കുള്ള കുഴമ്പാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഇനി കറിവേപ്പില മാത്രമേ ഉള്ളൂ. ഇത് വറുത്ത് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. കറിവേപ്പില കുഴപ്പമില്ല, സ്വാദാണ്, ടേസ്റ്റ് കൂടും. അപ്പൊ എത്രത്തോളം കറിവേപ്പില ഇടുന്നോ അത്രത്തോളം നല്ല രുചിയാകുമെന്നാണ് പറയുന്നത്. അതെന്തായാലും അത് നല്ല മൂക്കണം അല്ലേ? അത് മൂക്കണം, അത് വെടിക്കണം. അത് നമുക്ക് കരിവേപ്പില ഇടുമ്പോഴേ, എണ്ണയിൽ ഇടുമ്പോഴേ അത് പടപടാന്ന് വെടിക്കുമ്പോൾ അത് അതിന്റെ ഒരു പരുവമായി മനസ്സിലാവും. വറുത്ത് കഴിഞ്ഞ് ചുവക്ക വറുക്കണം. അത് ചുമന്ന് കഴിഞ്ഞു. നല്ല മൂത്തു ബ്രൗൺ കളറായി. ഇനി ഇത് തീ ഓഫ് ചെയ്തു. ഇനി അരച്ചെടുക്കണം അല്ലെ? ഇച്ചിരി വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാം അല്ലെ? വെള്ളം ചേർത്ത് തന്നെ. അപ്പൊ കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം അരച്ചതേ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ബാലാക്ക. നോക്കൂ, കണ്ടല്ലോ, ഇത് വറുത്തരച്ചതാണ്. ഇതിൽ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നല്ല മുളക്, കുരുമുളക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കായം, ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്തേക്കാം. അപ്പൊ നല്ല തരിതരിപ്പായിട്ടല്ലേ അരച്ചു? പേസ്റ്റ് പോലെ തന്നെ, പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. തരിതരിപ്പല്ല, ശരിക്കും പേസ്റ്റ് ആയിട്ടുണ്ട്. ഈ കുറച്ച് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഉണ്ടായിരുന്നു. അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തു. ആ പുളി വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു. ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്.
ഇനിയാണ് ഇനി അരച്ചത്. ഓക്കെ. പുളി നല്ല തിളച്ചതിന് ശേഷം പുളി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു മഞ്ഞപ്പൊടി നല്ല തിളച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല അരപ്പും കൂടി അതിനകത്തേക്ക്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തിളക്കണം. കൂട്ട് ഒരല്പം വെള്ളം കൂടി ഇനി ചേർക്കണം ഇതിലേക്ക്. അപ്പൊ നമ്മളിവിടെ ചുണ്ടക്ക വത്തക്കുളമ്പ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരപ്പും ചേർത്തു, ഞാനും കൂടി സഹായിക്കാൻ കൂടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, ഒരല്പം കൂടി വെള്ളം വേണം എന്തായാലും. അരപ്പ് നല്ലോണം വേണം. ലൂസ് ഗ്രേവിയാണ്. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി മാത്രമല്ല ഇതിലിനി പരിപ്പ് ചേർക്കാനുള്ളതല്ലേ അല്ലേ? അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം, എന്നാലേ കുരുമുളകിന്റെ ആ പച്ച മാറുള്ളൂ അല്ലേ? കുത്തലുണ്ടാവും അല്ലെങ്കിൽ കടുപ്പ്. അപ്പൊ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു വത്തക്കുളമ്പ്. അതിന്റെ അരപ്പ് തിളച്ചു കഴിഞ്ഞു. അപ്പൊ സാധാരണ രണ്ട് രീതിയിൽ ഇത് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് ഇപ്പൊ ഈ അരപ്പ് തിളച്ചു കഴിഞ്ഞല്ലോ, ഇതിലേക്ക് ഇനി ചുണ്ടയ്ക്ക കുറച്ച് വറുത്ത്, ഈ ഉണക്ക ചുണ്ടയ്ക്കയാണ് ഇത്, വറുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ പാകം. മറ്റൊരു മെത്തേഡാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. വേറെ രീതി എന്ന് പറഞ്ഞാൽ സാമ്പാർ വേവിച്ചതും ചേർത്ത് അതിനി ചേർക്കാൻ പോവാണ്. കുറച്ചുകൂടി ടേസ്റ്റ് ഇതാണെന്നാണ് പറയുന്നത്. 1 കപ്പോളം സാമ്പാർ പരിപ്പ് വേവിച്ച് അടച്ചത്. പരിപ്പിടാതെ വെച്ചാൽ 4-5 ദിവസം അത് ഉപയോഗിക്കാം. പരിപ്പിട്ട ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. സ്വാദ് കൂടുതൽ ഒരു പക്ഷെ പരിപ്പിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ പരിപ്പ് ചേർക്കാണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3-4 ദിവസം വെച്ച് ഉപയോഗിക്കും, കേടാവില്ല. പക്ഷെ പരിപ്പ് ചേർത്താൽ അന്നെന്നുള്ളത് അന്നു, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കൂടി ഉപയോഗിക്കില്ല. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും, അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിന്റെ ചാറ്. അപ്പോൾ ഇതിവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഴമ്പ്. ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയാണ്, ഒരൽപ്പം ചൂടാക്കുന്നു. ഇനി താളിക്കലാണ്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതിന്റെ കൂടെ ചുണ്ടക്കയും കൂടി ഇട്ട് വറക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞു, അത് ആവശ്യത്തിന് താളിക്കൽ കഴിഞ്ഞു. ഇനി വീണ്ടും കുറച്ച് എണ്ണ ഒഴിക്കും അല്ലേ? ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ ചുണ്ടക്ക, അത് ഒരുപാട് വേണ്ട, ആവശ്യത്തിന്. ഒരുപാടായാൽ കഴിക്കും. അതുപോലെ ചുണ്ടക്ക വറുത്തിടുമ്പോൾ കറി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഇടും. ഓക്കെ, ആവശ്യം പോലെ ഉപ്പുണ്ട്. ഉപ്പ് കൂടി പോവാതിരിക്കാൻ കുറച്ച് ഉപ്പ് ശകലം കുറച്ച് വെള്ളം ഇടും. ആയി അല്ലേ? ഓക്കെ, ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ എനിക്കൊരു സംശയം തോന്നിയത് ഇച്ചിരി മതിയോ എന്നുള്ളതാണ്. ഇത്രയും ചുണ്ടയ്ക്ക മതി. അപ്പൊ പറഞ്ഞത് കറക്റ്റ് മനസ്സിലായല്ലോ. ആവശ്യാനുസരണമാണ്. കുറച്ചുകൂടെ ചുണ്ടയ്ക്കയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ, വായിൽ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം, അല്ലെങ്കിൽ ഇത്രയും മതി. ഇത് ചോറിന്റെ കൂടെ പറ്റിയൊരു വേണം. അത് അവസാനം മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പൊ ചുണ്ടയ്ക്ക വത്തക്കുളം റെഡി. ബാലാക്കയുടെ സ്പെഷ്യൽ. ഇത് ഒരു ഐറ്റം മാത്രമാണ്. നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഒരുപാട് ഐറ്റത്തിന് ഒരു ഉറവിടമാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിക്കും.